നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫയേഴ്സ് ഏപ്രിൽ 2024. ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാൻഡിന് അർഹയായ മലയാളി വിവർത്തക ഡോക്ടർ വൃന്ദ വർമ്മ. പ്രശസ്ത നാടകനടൻ ഓച്ചിറ വേലുക്കുട്ടിയുടെ ജീവിതം ആസ്പദമാക്കി എസ് ഗിരീഷ് കുമാർ എഴുതിയ അലിംഗം എന്ന നോവലാണ് ഡോക്ടർ വൃന്ദ വർമ്മ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. തുടർച്ചയായി 5-ാം വർഷവും ICC അമ്പയർമാരുടെ എലൈറ്റ് പാനലിൽ ഉൾപ്പെട്ട മലയാളി നിതിൻ മേനോൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ വോട്ടർമാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ നോ യുവർ കാൻഡിഡേറ്റ്. വോട്ടർമാർക്ക് സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉപയോഗിച്ച് ആപ്ലിക്കേഷനിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാകും. സ്ഥാനാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനൽ കേസുകളും കേസിൻ്റെ നിലവിലെ സ്ഥിതിയും ആപ്ലിക്കേഷനിലൂടെ അറിയാം. 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന പരേഡിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റി വിലക്കിയ രാജ്യങ്ങൾ റഷ്യ, ബെലാറസ്. 2024 മാർച്ചിൽ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഭരണവിലക്ക് ഏർപ്പെടുത്തിയ കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ വി നാഗ്ദാസ്. വൈറ്റ് ഹൗസിലെ വളർത്തുപൂച്ചയെക്കുറിച്ച് US പ്രഥമ വനിത ജിൽ ബൈഡനും എഴുത്തുകാരി ആലിസ സാറ്റിൻ കപ്പുസില്ലിയും ചേർന്നെഴുതുന്ന കുട്ടികൾക്കുള്ള പുസ്തകം വില്ലോ ദ വൈറ്റ് ഹൗസ് ക്യാറ്റ്. പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് KR മീര. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. മയാമി ഓപ്പൺ 2024 ടെന്നീസ് പുരുഷ ഡബിൾസിൽ കിരീടം സ്വന്തമാക്കിയത് രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ദൺ. ഫൈനലിൽ ക്രൊയേഷ്യയുടെ ഇവാൻ ഡോഡിക് അമേരിക്കയുടെ ഓസ്റ്റിൻ ക്രാസെക് ജോഡിയെ പരാജയപ്പെടുത്തിയാണ് രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ദൺ സഖ്യം കിരീടം സ്വന്തമാക്കിയത്. ഏറ്റവും വേഗത്തിൽ 50 കോടി രൂപ കളക്ഷൻ നേടുന്ന മലയാള സിനിമ ആടുജീവിതം. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ ആസ്പദമാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത സിനിമയാണ് ആടുജീവിതം. അന്താരാഷ്ട്ര സർഫിംഗ് അസോസിയേഷൻ സംഘടിപ്പിച്ച കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് വർക്കല, തിരുവനന്തപുരം. ADP റാങ്കിങ്ങിൽ 1-ാം റാങ്കിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് നൊവാക് ജോക്കോവിച്ച്. ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി അത്ലറ്റ് ഷൈനി വിൽസൺ. ഖത്തർ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജനെന്ന നേട്ടം സ്വന്തമാക്കിയ മലയാളി ഫുട്ബോളർ തഹ്സിൻ മുഹമ്മദ് ജംഷീദ്. കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം രാജിവെച്ച മലയാളി സാഹിത്യകാരൻ C രാധാകൃഷ്ണൻ. റിസർവ് ബാങ്കിൻ്റെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ സ്മാരക നാണയമാണ് പുറത്തിറക്കിയത്? 90 രൂപ. 1935 ഏപ്രിൽ 1-നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI പ്രവർത്തനം ആരംഭിച്ചത്. T20 ക്രിക്കറ്റിൽ 300 താരങ്ങളെ പുറത്താക്കിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് MS ധോണി. 2024 കഞ്ചാവ് ഉപയോഗം നിയമവിധേയമാക്കിയ യൂറോപ്യൻ രാജ്യം ജർമ്മനി. മൈക്രോസോഫ്റ്റും ഓപ്പൺ AIയും ചേർന്ന് നിർമ്മിക്കാനൊരുങ്ങുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടർ സ്റ്റാർഗേറ്റ്. കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി നിയമിതയായത് ജൂഡിത്ത് സുമിൻവ തുലൂക്ക. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സോഫ്റ്റ്വെയർ എൻകോർ. വരണാധികാരിയുടെ മേൽനോട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകുന്നത് മുതൽ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരെയുള്ള എല്ലാ പ്രക്രിയകളും എൻകോർ സോഫ്റ്റ്വെയറിലൂടെയാണ് ഏകോപിപ്പിക്കുക. കേരളത്തിലെ തീരങ്ങളിലുണ്ടായ അപ്രതീക്ഷിതമായ കടലാക്രമണത്തിന് കാരണമായ പ്രതിഭാസം കള്ളക്കടൽ പ്രതിഭാസം.
സമുദ്രത്തിൽ അനേകം കിലോമീറ്ററുകൾക്കപ്പുറം രൂപപ്പെടുന്ന തിരമാലകൾ മാസങ്ങൾ പിന്നിട്ട് തീരത്തെത്തി ഇത് വൻ തിരകൾ ഉണ്ടാക്കുന്നു. ഇതാണ് കള്ളക്കടൽ എന്ന പ്രതിഭാസം. മയാമി ഓപ്പൺ 2024 പുരുഷ സിംഗിൾസ് ജേതാവ് യാനിക് സിന്നർ. വനിതാ സിംഗിൾസ് ജേതാവ് ഡാനിയേലെ കോളിൻസ്. പുരുഷ ഡബിൾസ് ജേതാക്കൾ രോഹൻ ബൊപ്പണ്ണ, മാത്യു ഒബ്ദർ. വനിതാ ഡബിൾസ് ജേതാക്കൾ സോഫിയ കെനിൻ, ബെഥാനിയെ മത്തേക് സാൻഡൻസ്. 2024 ഫോബ്സിൻ്റെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടിയ മലയാളി വനിത സാറ ജോർജ് മുത്തൂറ്റ്. 1-ാം സ്ഥാനം ബെർണാഡ് അർണോൾഡ് ആൻഡ് ഫാമിലി. 2-ാം സ്ഥാനം ഇലോൺ മസ്ക്. 3-ാം സ്ഥാനം ജെഫ് ബെസോസ്. ഇന്ത്യക്കാരിൽ 1-ാം സ്ഥാനം മുകേഷ് അംബാനി. 9-ാം സ്ഥാനം. മലയാളികളിൽ 1-ാം സ്ഥാനം MA യൂസഫ് അലി. 2024 700 വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയ കേരളത്തിലെ ജില്ല പാലക്കാട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് S മണികുമാർ. കേരളത്തിൽ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതിയുടെ പുതുക്കിയ പേര് അധിക നികുതി. കേരള കെട്ടിട നികുതി ഭേദഗതി ബിൽ 2023 പ്രകാരമാണ് പേരുമാറ്റം. 2024 ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് 100 റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. 2023 മനോരമ സ്പോർട്സ് സ്റ്റാർ പുരസ്കാരത്തിന് അർഹനായ ലോങ് ജംപ് താരം M ശ്രീശങ്കർ. സ്പോർട്സ് സ്റ്റാർ പുരസ്കാരത്തിൽ കേരള ക്രിക്കറ്റ് താരം സച്ചിൻ ബേബി 2-ാം സ്ഥാനവും പാരാഷൂട്ടിംഗ് താരം സിദ്ധാർത്ഥ ബാബു 3-ാം സ്ഥാനവും നേടി. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ച സ്ഥാപനം IIT ബോംബെ. അരുണാചൽ പ്രദേശിലെ 30 സ്ഥലങ്ങൾക്ക് പുതിയ പേരിട്ട് പട്ടിക പുറത്തിറക്കിയ ഇന്ത്യയുടെ അയൽ രാജ്യം ചൈന. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി നിയമിതനായത് ഷെയ്ഫാലി ബി ശരൺ. 2024 ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ GI ടാഗ് ലഭിച്ച ഉത്തർപ്രദേശിലെ ഗോതമ്പിനം കത്തിയ ഗെഹു. പുതിയ കൊറോണ വൈറസ് വകഭേദങ്ങൾ തിരിച്ചറിയുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആഗോള ലബോറട്ടറി ശൃംഖല കോവിനെറ്റ്. കേന്ദ്ര ഗവൺമെൻറ് ഹെൽത്ത് സ്കീം CGHS ഗുണഭോക്താക്കൾക്ക് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ, വിവരങ്ങൾ, ഉറവിടങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിനായി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ആരംഭിച്ച ആപ്പ് മൈ CGHS ആപ്പ്. ലൈഫ് ലൈക്ക് വീഡിയോകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഓപ്പൺ AIയുടെ ടെക്സ്റ്റ് ടു വീഡിയോ ജനറേറ്റീവ് AI മോഡൽ സോറ. 2024 ഏപ്രിൽ രാജ്യസഭയിൽ നിന്ന് വിരമിച്ച കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന വ്യക്തി ഡോക്ടർ മൻമോഹൻ സിംഗ്. ഏറ്റവും വേഗത്തിൽ 100 കോടി രൂപ കളക്ഷൻ നേടുന്ന മലയാള സിനിമ ആടുജീവിതം. ഏറ്റവും വേഗത്തിൽ 50 കോടി രൂപ കളക്ഷൻ നേടുന്ന മലയാള സിനിമയും ആടുജീവിതമാണ്. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ ആസ്പദമാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത സിനിമയാണ് ആടുജീവിതം. കേന്ദ്ര കഥാപാത്രമായ നജീബായി സിനിമയിൽ വേഷമിട്ടത് പൃഥ്വിരാജ് സുകുമാരൻ ആണ്. 2024 ഏപ്രിൽ ഈജിപ്തിൻ്റെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് അബ്ദുൽ ഫത്താഹ് അൽ സിസി. പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം അരിസോണ. മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക രാജ്യങ്ങളുടെ കോസ്റ്റ് ഗാർഡുകൾ തമ്മിൽ നടന്ന ത്രിരാഷ്ട്ര അഭ്യാസം ദോസ്തി 16. ഓപ്പൺ AIയുടെ ടെക്സ്റ്റ് ടു വീഡിയോ ജനറേറ്റീവ് AI മോഡലായ സോറ ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യ ഷോർട്ട് ഫിലിം എയർഹെഡ്. 2024 ഏപ്രിൽ പുറത്തിറക്കിയ ഫിഫ പുരുഷ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 121. 1-ാം സ്ഥാനം അർജന്റീന, 2-ാം സ്ഥാനം ഫ്രാൻസ്, 3-ാം സ്ഥാനം ബെൽജിയം. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. 2024 തീം മൈ ഹെൽത്ത് മൈ റൈറ്റ്.
1950 മുതൽ ലോകാരോഗ്യ സംഘടനയുടെ സ്ഥാപക ദിനം 1948 ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാനായി നിയമിതനായത് കെ. ബൈജുനാഥ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാനില്ലെന്ന് ജസ്റ്റിസ് മണികുമാർ ഗവർണറെ അറിയിച്ചതിനെ തുടർന്നാണ് കെ. ബൈജുനാഥ് ആക്ടിംഗ് ചെയർമാനായി നിയമിതനായത്. 2024 ഏപ്രിൽ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം തുറമുഖം. ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിൽ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനാണ് ISPS അനുമതി നൽകുന്നത്. ആണവായുധ ശേഷിയുള്ള ഏത് പുതുതലമുറ ബാലിസ്റ്റിക് മിസൈലിന്റെ രാത്രി പരീക്ഷണമാണ് ഒഡീഷ തീരത്തിനടുത്തുള്ള അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് 2024 ഏപ്രിൽ വിജയകരമായി പരീക്ഷിച്ചത്? അഗ്നി പ്രൈം. 2024 തോമസ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചൈന. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക. തൃശൂർ സ്വദേശി മുഫീദ് ആണ് ദേവികയെ വികസിപ്പിച്ചത്. മനുഷ്യരുടെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനും റിസർച്ച് നടത്താനും സ്വയം കോഡുകൾ എഴുതാനുമെല്ലാം ദേവികയ്ക്ക് സാധിക്കും. ഹോക്കി ഇന്ത്യ അവാർഡ്സ് 2023. മികച്ച പുരുഷ താരം ഹാർദിക് സിംഗ്. മികച്ച വനിതാ താരം സലീമ ടച്ച്. മികച്ച ഗോൾ കീപ്പർ PR ശ്രീജേഷ്. മേജർ ധ്യാൻചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അശോക് കുമാർ. 2024 ഏപ്രിൽ ലോക ബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതിയിലേക്ക് നിയമിതനായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഡെപ്യൂട്ടി ഗവർണർ രാകേഷ് മോഹൻ. 2024 ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത ഫ്രഞ്ച് നോവലിസ്റ്റും നിരൂപകയും നാടകകൃത്തുമായിരുന്ന വ്യക്തി മരീസ് കോണ്ട്. നൊബേൽ സമ്മാനത്തിന്റെ പകരക്കാരനെന്നറിയപ്പെടുന്ന ന്യൂ അക്കാദമി പ്രൈസ് ഇൻ ലിറ്ററേച്ചർ നേടിയ ആദ്യത്തെ എഴുത്തുകാരിയാണ് മരീസ് കോണ്ട്. ആഫ്രിക്കൻ പശ്ചാത്തലത്തിൽ കരീബിയൻ അടിമത്തത്തിന്റെയും കോളനി വാഴ്ചയുടെയും തിക്തകഥകൾ പറഞ്ഞ മരീസ് കോണ്ട് തന്റെ സേഗോ എന്ന നോവലിലൂടെയാണ് വിഖ്യാതയായത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന 2023 മാധവമുദ്ര സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് R. രാമചന്ദ്രൻ നായർ. 2021 പുരസ്കാര ജേതാവ് പ്രൊഫസർ B. മധുസൂദനൻ നായർ. 2022 പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണൻ. 2024 ഏപ്രിൽ അന്തരിച്ച ലോകത്തെ ഏറ്റവും പ്രായം ചെന്ന പുരുഷൻ എന്ന ഗിന്നസ് റെക്കോർഡിന് ഉടമയായ വ്യക്തി ഹുവാൻ വിൻസെന്റ് പെരസ് മോറ. വെനസ്വേലൻ സ്വദേശിയാണ് ഹുവാൻ വിൻസെന്റ് പെരസ് മോറ. അന്തരിക്കുമ്പോൾ 114 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള ചലച്ചിത്രാനുഭവങ്ങളെക്കുറിച്ച് സംവിധായകൻ ബ്ലസ്സി എഴുതുന്ന ഓർമ്മ പുസ്തകം കാഴ്ചയുടെ തന്മാത്രകൾ. പാരീസിൽ നടക്കുന്ന 2024 ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമാകുന്ന ആദ്യ ഇന്ത്യൻ വനിത ബിൽ കീസ്മിർ. കയാക്കിങ്ങിലെ മുൻ ദേശീയ താരവും പരിശീലകയുമാണ് ജമ്മു കാശ്മീർ സ്വദേശിയായ ബിൽ കീസ്മിർ. ജോലി സംബന്ധമായും വ്യക്തിപരമായും പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കൗൺസിലിംഗ് പദ്ധതി ഹാറ്റ്സ് ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ്. 2024 അന്താരാഷ്ട്ര അർണോൾഡ് ക്ലാസിക് പ്രോ വീൽചെയർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യക്കാരൻ രാജേഷ് ജോൺ. പത്തനംതിട്ട സ്വദേശിയാണ് രാജേഷ് ജോൺ. അണക്കെട്ട് തകർന്ന് പ്രളയമുണ്ടായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ഒറൈൻബർഗ് നഗരം സ്ഥിതി ചെയ്യുന്ന രാജ്യം റഷ്യ. ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി 2024 ഏപ്രിൽ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര വാർത്താ സ്ഥാപനം BBC. യോഗാ ദിനത്തിന്റെ 75 ദിവസത്തെ കൗണ്ട് ഡൗണിന്റെ ഭാഗമായി മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതിയും സംയുക്തമായി സംഘടിപ്പിച്ച യോഗ മഹോത്സവത്തിന് വേദിയായത് പൂനെ, മഹാരാഷ്ട്ര.
ലോക ഹോമിയോപ്പതി ദിനം ഏപ്രിൽ 10. ഹോമിയോപ്പതിയുടെ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്ന ഡോക്ടർ സാമുവൽ ഹാനിമാൻ്റെ ജന്മദിനമാണ് ലോക ഹോമിയോപ്പതി ദിനമായി ആചരിക്കുന്നത്. 2024 ഏപ്രിൽ അന്തരിച്ച പ്രമുഖ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ പീറ്റർ ഹിഗ്സ്. ദൈവകണം ഹിഗ്സ് ബോസോൺ എന്ന പുതിയ അടിസ്ഥാന കണികയുടെ അസ്തിത്വം പ്രവചിച്ച ഭൗതിക ശാസ്ത്രജ്ഞനാണ് പീറ്റർ ഹിഗ്സ്. 1964 ഈ സുപ്രധാന കണ്ടെത്തലിന് 2013 അദ്ദേഹത്തിന് ഭൗതികശാസ്ത്ര നൊബേൽ ലഭിച്ചു. 2024 ജപ്പാൻ ഗ്രാൻഡ് പ്രീ ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ കിരീടം സ്വന്തമാക്കിയത് മാക്സ് വെസ്റ്റപ്പൻ. 2024 ഏപ്രിൽ 16 ധനകാര്യ കമ്മീഷൻ അംഗമായി നിയമിതനായത് മനോജ് പാണ്ഡെ. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് TASL സാറ്റലോജിക്കിൻ്റെ സഹകരണത്തോടെ ഇന്ത്യയുടെ സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ആദ്യ സബ്-മീറ്റർ റെസല്യൂഷൻ ഭൗമനിരീക്ഷണ ഉപഗ്രഹം TSAT-1A. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായത് സന്തോഷ് കുമാർ ഝാ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 1000 റൺസും 100 വിക്കറ്റും 100 ക്യാച്ചും നേടുന്ന ആദ്യ താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് രവീന്ദ്ര ജഡേജ. US പ്രസിഡന്റിൻ്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് ബഹുമതിക്ക് അർഹനായ ഇന്ത്യയിലെ ജൈന ആത്മീകാചാര്യൻ ലോകേഷ് മുനി. അഹിംസാ വിശ്വഭാരതി, വേൾഡ് പീസ് സെന്റർ എന്നിവയുടെ സ്ഥാപകനാണ് ലോകേഷ് മുനി. 2024 ഏപ്രിൽ അടച്ചുപൂട്ടിയ കേരളത്തിലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഹിൽ ഇന്ത്യ ലിമിറ്റഡ്. കീടനാശിനി നിർമ്മാണ മേഖലയിൽ 1954 സ്ഥാപിച്ച രാജ്യത്തെ ആദ്യ കേന്ദ്ര പൊതുമേഖലാ വ്യവസായ സ്ഥാപനമാണ് ഹിൽ ഇന്ത്യ ലിമിറ്റഡ്. കളമശ്ശേരിക്കടുത്ത് ഏലൂർ ഉദ്യോഗ മണ്ഡലിലാണ് ഹിൽ ഇന്ത്യ ലിമിറ്റഡ് പ്രവർത്തിച്ചിരുന്നത്. മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വിൽപ്പനയും വ്യാപകമായതോടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യം സിയേറ ലിയോൺ. ലോകാരോഗ്യ സംഘടനയുടെ 2024 ഗ്ലോബൽ ഹെപ്പറ്റൈറ്റിസ് റിപ്പോർട്ട് അനുസരിച്ച് ഹെപ്പറ്റൈറ്റിസ് B-C വൈറസ് ബാധിതരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള രാജ്യം ചൈന, 2ാം സ്ഥാനം ഇന്ത്യ. 2024 ഏപ്രിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ നിലവിൽ വന്നത് മണ്ഡപം, തമിഴ്നാട്. അടുത്തിടെ കേരള സർവകലാശാല ഗവേഷക സംഘം ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ സംസ്ഥാനം ഗുജറാത്ത്. ജൂന ഖട്ടിയ എന്ന ഗ്രാമത്തിൽ നിന്നും 1.5 കിലോമീറ്റർ മാറിയുള്ള പാട്ത ബേട്ട് എന്ന ഒരു ചെറിയ കുന്നിൻ്റെ ചരിവിലാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. 2024 ഏപ്രിൽ 2000 വർഷം പഴക്കമുള്ള ചേര നാണയം കണ്ടെത്തിയ രാജ്യം ഈജിപ്റ്റ്. ഈജിപ്റ്റിലെ പുരാതന തുറമുഖമായ ഫർണിക്കയിൽ നിന്ന് കോപ്റ്റോസിന് സമീപമുള്ള ഡയോസ് കോട്ടയിൽ നിന്നാണ് നാണയം ലഭിച്ചത്. 2024 ഏപ്രിൽ ആഗോള എയർലൈൻ രംഗത്ത് വിപണി മൂല്യത്തിൽ 3ാം സ്ഥാനത്തെത്തിയ എയർലൈൻസ് ഇൻഡിഗോ. കളിമൺ കോർട്ടുകളിൽ ATP മാസ്റ്റേഴ്സ് 1000 മത്സരം വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ എന്ന നേട്ടം സ്വന്തമാക്കിയത് സുമിത് നാഗൽ. 2024 മോണ്ടി കാർലോ മാസ്റ്റേഴ്സ് സിംഗിൾസിൻ്റെ ആദ്യ റൗണ്ടിൽ ഇറ്റലിയുടെ മാറ്റിയോ അർനോൾഡിയെ പരാജയപ്പെടുത്തിയാണ് സുമിത് നാഗൽ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ അഭിരുചിയുള്ള ശാസ്ത്രജ്ഞന്മാരെയും എഞ്ചിനീയർമാരെയും പരിപോഷിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ISROയുടെ സ്റ്റാർട്ട് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി അവയർനെസ് ട്രെയിനിംഗ് പ്രോഗ്രാമിൻ്റെ നോഡൽ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുജറാത്ത് കൗൺസിൽ ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ഗുജ് കോസ്റ്റ്. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിൻ്റെ പരിശീലകനായി നിയമിതനായത് ഹരേന്ദ്ര സിംഗ്. 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടുന്നതിൽ ഇന്ത്യൻ ടീം പരാജയപ്പെട്ടതിനെ തുടർന്ന് ദേശീയ വനിതാ ടീമിൻ്റെ പരിശീലക സ്ഥാനം രാജിവെച്ച മുൻ ഡച്ച് ഹോക്കി താരം
ജാനകി ഷോമാൻ്റെ പകരക്കാരനായാണ് ഹരേന്ദ്ര സിംഗ് നിയമിതനായത്. 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ നേതൃസ്ഥാനമായ ഷെഫ് ഡി മിഷൻ രാജിവെച്ച ബോക്സിംഗ് ഇതിഹാസം MC മേരി കോം. ജെഫ് ബെസോസ് നയിക്കുന്ന ബ്ലൂ ഒറിജിൻ്റെ ന്യൂ ഷെപ്പേർഡ് 25 NS-25 ബഹിരാകാശ ദൗത്യത്തിനായുള്ള 6 ക്രൂ അംഗങ്ങളിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ഗോപിചന്ദ് തോട്ടക്കുര. 2024 ഏപ്രിൽ എല്ലാ സമുദ്ര സുരക്ഷാ ഏജൻസികളെയും ഉൾപ്പെടുത്തി സാഗർ കവച് 01-24 എന്ന ദ്വിദിന തീരദേശ സുരക്ഷാ അഭ്യാസത്തിന് വേദിയായത് ലക്ഷദ്വീപ്. ഇന്ത്യൻ നേവി, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, മറൈൻ പോലീസ്, ഫിഷറീസ്, കസ്റ്റംസ്, മറ്റ് സുരക്ഷാ ഏജൻസികളും ദ്വിദിന തീരദേശ സുരക്ഷാ അഭ്യാസത്തിൻ്റെ ഭാഗമായി പങ്കെടുത്തു. പാരീസ് ഒളിമ്പിക്സിലെ അത്ലറ്റിക്സ് ഇനങ്ങളിലെ സ്വർണ്ണ മെഡൽ ജേതാക്കൾക്ക് ലോക അത്ലറ്റിക്സ് സംഘടന പ്രഖ്യാപിച്ച സമ്മാനത്തുക $50,000. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് ജേതാക്കൾക്ക് സമ്മാനത്തുക ലഭിക്കുന്നത്. 2024 ഏപ്രിൽ GI ടാഗ് ലഭിച്ച മഹാരാഷ്ട്രയിലെ സംഗീത ഉപകരണങ്ങൾ സിത്താർ, താൻപുര. മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിലെ മിറാസ് എന്ന ചെറുപട്ടണത്തിൽ നിർമ്മിക്കുന്ന സംഗീത ഉപകരണങ്ങളായ സിത്താർ, താൻപുര എന്നിവയ്ക്കാണ് GI ടാഗ് ലഭിച്ചത്. US ആസ്ഥാനമായുള്ള സ്പേസ് ഫൗണ്ടേഷൻ്റെ 2024 ബഹിരാകാശ പര്യവേഷണത്തിനുള്ള ജോൺ L. ജാക്ക് സിക്കേർഡ് ജൂനിയർ അവാർഡിന് അർഹരായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ചന്ദ്രയാൻ 3 ദൗത്യ സംഘം. അംബേദ്കർ ജയന്തി ഏപ്രിൽ 14. 1891 ഏപ്രിൽ 14 ജനിച്ച ഡോക്ടർ ബാബ സാഹേബ് അംബേദ്കറുടെ ജന്മദിനമാണ് അംബേദ്കർ ജയന്തി അല്ലെങ്കിൽ ഭീം ജയന്തി ആയി ആഘോഷിക്കുന്നത്. T20 ക്രിക്കറ്റിൽ യുവരാജ് സിംഗ്, കിരൺ പൊള്ളാർഡ് എന്നിവർക്ക് ശേഷം ഒരു ഓവറിൽ 6 സിക്സറുകൾ നേടിയ ക്രിക്കറ്റ് താരം ദീപേന്ദ്ര സിംഗ് ഐറി. ICC മെൻസ് പ്രീമിയർ കപ്പ് T20യിൽ ഖത്തറിനെതിരായ മത്സരത്തിലാണ് നേപ്പാൾ ക്രിക്കറ്റ് താരമായ ഭൂപേന്ദ്ര സിംഗ് ഐറി ഒരു ഓവറിൽ 6 സിക്സറുകൾ നേടിയത്. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് HDFC ബാങ്ക്. ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപിലാണ് HDFC ബാങ്ക് തങ്ങളുടെ ശാഖ ആരംഭിച്ചത്. ഗാർഹിക ജോലികളിൽ ആൺകുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിന് സമഗ്ര ശിക്ഷ കോഴിക്കോട് ആരംഭിച്ച പദ്ധതി കുക്കീസ് എൻ്റെ ഭക്ഷണം എൻ്റെ ഉത്തരവാദിത്വം. വിമാനത്താവളങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിയാനുള്ള കടലാസ് രഹിത പരിശോധനാ സംവിധാനം ഡിജി യാത്ര. 2024 ഏപ്രിൽ റഷ്യൻ വ്യോമാക്രമണത്തിൽ തകർന്ന ട്രിപ്പിൾസ്ക വൈദ്യുതനിലയം സ്ഥിതി ചെയ്യുന്ന രാജ്യം യുക്രൈൻ. ജീവിതം ആടുജീവിതം ഓർമ്മകളിലെ മരുക്കാറ്റ് പുസ്തകത്തിൻ്റെ രചയിതാവ് ബ്ലസ്സി. സംവിധായകൻ ബ്ലസ്സി തൻ്റെ ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിന് പിന്നിലെ കഥയും ജീവിതവുമാണ് പുസ്തകത്തിലൂടെ വിവരിക്കുന്നത്. സുരേഷ് ഇളമൺടേച്ച പ്രശസ്ത പക്ഷി നിരീക്ഷകനായ KK നീലകണ്ഠൻ്റെ അതായത് ഇന്ദുചൂഡൻ്റെ ജീവിതകഥ പറയുന്ന പുസ്തകം പക്ഷികളും ഒരു മനുഷ്യനും. ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം IGLA-S. അമേരിക്കയിലെ ലാസ് വേഗസ് സിറ്റിയിൽ നടന്ന ഗൂഗിൾ ക്ലൗഡ് നെക്സ്റ്റ് 24 ഇവൻറ്റിൽ ഗൂഗിൾ പാർട്ണർ ഓഫ് ദ ഇയർ അവാർഡ് കരസ്ഥമാക്കിയ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന AI ഇന്നോവേഷൻ കമ്പനി റിയഫൈ ടെക്നോളജീസ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സ്ഥാനപതിയായി നിയമിതനായത് ലിൻഡി കാമറൂൺ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സ്ഥാനപതിയാകുന്ന ആദ്യ വനിതയാണ് ലിൻഡി കാമറൂൺ. പാം ഡി ഓർ മത്സര വിഭാഗത്തിൽ 2024 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. പായൽ കപാഡിയ സംവിധാനം ചെയ്ത ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. 1994 പുറത്തിറങ്ങിയ ഷാജി N. കരുണിൻ്റെ
സ്വം ആണ് ഈ മത്സര വിഭാഗത്തിൽ ഇടം നേടിയ അവസാന ഇന്ത്യൻ ചിത്രം. കാഴ്ച പരിമിതർക്ക് പരസഹായമില്ലാതെ വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനം ഡമ്മി ബ്രെയിൻലി ബാലറ്റ്. സ്ഥാനാർത്ഥികളും പേരും ചിഹ്നങ്ങളും ബ്രെയിൻലി ലിപിയിൽ രേഖപ്പെടുത്തിയാണ് ഡമ്മി ബാലറ്റ് തയ്യാറാക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥികളുടെ ക്രമമനുസരിച്ചാണ് ഡമ്മി ബാലറ്റിലും പേരുകളും ചിഹ്നങ്ങളും ഉണ്ടാവുക. റഷ്യൻ തടവറയിൽ മരിച്ച പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ ഓർമ്മക്കുറിപ്പ് പാട്രിയറ്റ്. 2024 ഏപ്രിൽ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സംഗീതജ്ഞൻ കെ. ജി. ജയൻ. ഇരട്ട സഹോദരനായ കെ. ജി. വിജയനുമായി ചേർന്ന് ജയ വിജയ എന്ന പേരിലാണ് സംഗീത സംവിധാനം ചെയ്തിരുന്നത്. നിരവധി ഭക്തിഗാനങ്ങൾക്കും സിനിമാ ഗാനങ്ങൾക്കും അവർ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. 2019 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 1991 കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരവും 2013 ഹരിവരാസന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2024 ഏപ്രിൽ ഇന്ത്യൻ വനിതാ T20 ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ക്രിക്കറ്റ് താരങ്ങൾ സജന സജീവൻ, ആശ ശോഭന. 2024 ഏപ്രിൽ അന്തരിച്ച സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകനും സർവോദയ ചിപ്കോ മുന്നേറ്റങ്ങളുടെ നേതാക്കളിലൊരാളുമായിരുന്ന വ്യക്തി മുരാലി ലാൽ. IPL ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. 2024 IPLൽ റോയൽ ചലഞ്ചേഴ്സ് ബെംഗളൂരുവിനെതിരെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉയർന്ന ടീം സ്കോറായ 287 നേടിയത്. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഓണറി പാം ഡി ഓർ പുരസ്കാരത്തിന് അർഹനായ ഹോളിവുഡ് ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ വ്യക്തി ജോർജ് ലൂക്കാസ്. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. 2024 തീം ഇക്വിറ്റബിൾ ആക്സസ് ഫോർ ഓൾ, റെക്കഗ്നൈസിംഗ് ഓൾ ബ്ലീഡിംഗ് ഡിസ്ഓർഡേഴ്സ്. ഹീമോഫീലിയയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം ആചരിക്കുന്നു. 2024 ഏപ്രിൽ അന്തരിച്ച ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിൻ്റെ സ്പിൻ ഇതിഹാസം ഡെറക് അണ്ടർവുഡ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തി ആദരിച്ച താരമാണ് ഡെറക് അണ്ടർവുഡ്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFൻ്റെ മാനേജിംഗ് ഡയറക്ടറായി രണ്ടാമതും നിയമിതനാകുന്നത് ക്രിസ്റ്റലീന ജോർജിവ. 2024 ഏപ്രിൽ സംസ്ഥാനത്തെ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവിട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതി. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇൻ്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡ് INCBയിലേക്ക് മൂന്നാം തവണയും ഇന്ത്യൻ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജഗ്ജിത് പാവ്ദിയ. പി. ഭാസ്കരൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പി. ഭാസ്കരൻ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നൽകുന്ന പുരസ്കാരത്തിന് അർഹനായ നടൻ രാഘവൻ. 2024 ഏപ്രിൽ സൂര്യഗ്രഹണ സമയത്ത് നാസയുടെ സൗണ്ടിംഗ് റോക്കറ്റ് ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരോഹ് ബർജാത്യ. ലോക പൈതൃക ദിനം ഏപ്രിൽ 18. സ്മാരകങ്ങൾക്കും സൈറ്റുകൾക്കുമായുള്ള അന്താരാഷ്ട്ര ദിനം 1982 ഏപ്രിൽ 18 ഇൻ്റർനാഷണൽ കൗൺസിൽ ഓൺ മോണുമെൻറ്റ്സ് ആൻഡ് സൈറ്റ്സ് ICOMOS നിർദ്ദേശിക്കുകയും 1983 യുനെസ്കോയുടെ പൊതുസമ്മേളനം അംഗീകരിക്കുകയും ചെയ്തു. ടൈം മാഗസിൻ്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജർ: സാക്ഷി മാലിക് ഗുസ്തി താരം, ആലിയ ഭട്ട് ചലച്ചിത്രതാരം, ദേവ് പട്ടേൽ ചലച്ചിത്രതാരം, അജയ് ബംഗ ലോക ബാങ്ക് പ്രസിഡന്റ്, സത്യ നദല്ല മൈക്രോസോഫ്റ്റ് CEO, പ്രിയംവദ നടരാജൻ ജ്യോതിശാസ്ത്ര ഭൗതികശാസ്ത്ര പ്രൊഫസർ, അസ്മ ഖാൻ പാചക വിദഗ്ധ, ജിഗർ ഷാ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജി ലോൺ പ്രോഗ്രാംസ് ഓഫീസിൻ്റെ ഡയറക്ടർ. 2024 ഏപ്രിൽ കുവൈറ്റിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത്
ഷൈഖ് അഹമ്മദ് അബ്ദുല്ല അൽ സബാഹ്. ഷെയ്ഖ് മുഹമ്മദ് സഹാബ് അൽ സാലേം അൽ സബാഹിൻ്റെ രാജിയെ തുടർന്നാണ് കുവൈറ്റ് അമീർ ഷെയ്ഖ് അഹമ്മദ് അബ്ദുല്ല അൽ സബാഹിനെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിച്ചത്. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് ലംഘിക്കാനാവില്ലെന്നും പരാമർശിച്ച ഹൈക്കോടതി ബോംബെ ഹൈക്കോടതി ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക നടപടി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ത്രൂ പ്രോമിസ്. എയർപോർട്ട് കൗൺസിൽ ഇൻ്റർനാഷണൽ (ACI) വേൾഡ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ റാങ്കിങ്ങിൽ ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ സ്ഥാനം 10. ലോക കരൾ ദിനം ഏപ്രിൽ 19. കരളുമായി ബന്ധപ്പെട്ട രോഗങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ഏപ്രിൽ 19 കരൾ ദിനമായി ആചരിക്കുന്നു. പരിക്കിനെ തുടർന്ന് പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് പിന്മാറിയ മലയാളി ലോങ് ജംപ് താരം M. ശ്രീശങ്കർ. 2024 ഏപ്രിൽ ഇന്ത്യ അടക്കം വിവിധ രാജ്യങ്ങൾക്ക് വിസ സൗകര്യം ഏർപ്പെടുത്തിയ രാജ്യം ജപ്പാൻ. 2024 മികച്ച ചിത്രത്തിനുള്ള വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിന് അർഹനായത് മുഹമ്മദ് സാലെ. ഗാസയിൽ 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങിപ്പൊട്ടുന്ന പാലസ്തീൻ വനിതയുടെ ചിത്രമാണ് റോയിട്ടേഴ്സ് ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സാലെമിന് അവാർഡിന് അർഹനാക്കിയത്. 2024 ഏപ്രിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ജോയിന്റ് ഡയറക്ടറായി നിയമിതനായത് അനുരാഗ് കുമാർ. UNFPA യുണൈറ്റഡ് നേഷൻസ് ഫണ്ട് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റീസ് തയ്യാറാക്കിയ ലോക ജനസംഖ്യയുടെ സ്ഥിതി 2024 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം 71, ഇന്ത്യയിലെ സ്ത്രീകളുടെ ആയുർദൈർഘ്യം 74 വയസ്സ്. കേരളത്തിൽ പരീക്ഷണയോട്ടം നടത്തിയ ആദ്യ ഡബിൾ ഡെക്കർ ട്രെയിൻ ബംഗളൂരു കോയമ്പത്തൂർ ഉദയ് എക്സ്പ്രസ്. കോയമ്പത്തൂർ ബംഗളൂരു ഉദയ് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായാണ് പരീക്ഷണ ഓട്ടം നടത്തിയത്. ജയ്പൂരിൽ നടന്ന മിസ് ടീൻ ദിവാ മത്സരത്തിൽ മിസ് ടീൻ ഇൻ്റർനാഷണൽ ഇന്ത്യ 2024 പട്ടം സ്വന്തമാക്കിയ മലയാളി കെസിയ മെജു. 2024 ഇന്ത്യ ഫിലിപ്പീൻസിന് കൈമാറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. ഇരു രാജ്യങ്ങളും തമ്മിൽ 2022 ഒപ്പുവച്ച $375 മില്യൺ കരാറിൻ്റെ ഭാഗമായാണ് മിസൈലുകളുടെ കൈമാറ്റം. ആദ്യമായാണ് ഒരു വിദേശ രാജ്യത്തിന് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ കൈമാറുന്നത്. 2024 മെയ്യിൽ ഇന്ത്യയുടെ പുതിയ നാവികസേനാ മേധാവിയായി നിയമിതനാകുന്നത് ദിനേശ് കുമാർ ത്രിപാഠി. നിലവിലെ അഡ്മിറൽ R. ഹരികുമാർ ഏപ്രിലിൽ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് ദിനേശ് കുമാർ ത്രിപാഠി നിയമിതനാകുന്നത്. സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് 2024 പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹമദ് വിമാനത്താവളം ഖത്തർ. 2ാം സ്ഥാനം ചാങ്കി വിമാനത്താവളം സിംഗപ്പൂർ. 3ാം സ്ഥാനം ഇഞ്ചിയോൺ വിമാനത്താവളം ദക്ഷിണ കൊറിയ. ഡൽഹി 36, ബംഗളൂരു 59, ഹൈദരാബാദ് 61, ഗോവ മനോഹർ 92, മുംബൈ 95 എന്നിവയാണ് ആദ്യ 100-ൽ ഉൾപ്പെട്ട ഇന്ത്യൻ വിമാനത്താവളങ്ങൾ. 2024 ഏപ്രിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. ഗുജറാത്തിലെ കച്ചിൽ നിന്നും കണ്ടെത്തിയ ലോകത്ത് ജീവിച്ചിരുന്നതിൽ വച്ച് ഏറ്റവും വലിയ പാമ്പിൻ്റെ ഫോസിൽ വാസുകി ഇൻഡിക്കസ്. ദേശീയ സിവിൽ സർവീസ് ദിനം ഏപ്രിൽ 21. 1947 ഏപ്രിൽ 21 സർദാർ വല്ലഭായ് പട്ടേൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ മെറ്റ് കാഫ് ഹൗസിൽ അഭിസംബോധന ചെയ്തതാണ് തീയതിക്ക് കാരണം. ഉദ്യോഗജനകമായ പ്രസംഗത്തിൽ സിവിൽ സർവീസുകാരെ ഇന്ത്യയുടെ ഉരുക്ക് ചട്ടക്കൂട് എന്നാണ് അദ്ദേഹം പരാമർശിച്ചത്. ഇന്റലിൻ്റെ ഇന്ത്യ റീജിയൻ മേധാവിയായി നിയമിതനായത് സന്തോഷ് വിശ്വനാഥൻ. വാഹന അപകടങ്ങൾ പരിക്കേൽക്കുന്നവർക്ക് മദ്യത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു എന്ന കാരണത്താൽ നഷ്ടപരിഹാരം നിഷേധിക്കാനാകില്ലെന്നും രക്തത്തിലെ മദ്യത്തിൻ്റെ അളവായിരിക്കണം നഷ്ടപരിഹാരം നിഷേധിക്കാൻ കാരണമാകേണ്ടത് എന്നും നിരീക്ഷിച്ച ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി. പുരുഷ ഡിസ്കസ് ത്രോയിൽ ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ലിഥിയൻ താരം
മെക്കോളാസ് അലക്ന. ഒക്ലഹോമ ത്രോ സീരീസിൽ ലിതാനിയൻ താരം മൈക്കോളാസ് അലക്നയാണ് 74.35 മീറ്റർ പിന്നിട്ട് പുതിയ ദൂരം കുറിച്ചത്. 1986 ജർമ്മനിയുടെ യൂർഗൻ ഷൂട്സ് കുറിച്ചതായിരുന്നു മുൻ റെക്കോർഡ് 74.08 മീറ്റർ. 2024 ഏപ്രിൽ മെനിഞ്ചസിനെതിരെ മെൻ 5CV വാക്സിൻ പുറത്തിറക്കിയ രാജ്യം നൈജീരിയ. കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ദൂരദർശൻ ഇംഗ്ലീഷ്, ഹിന്ദി വാർത്താ ചാനലുകളുടെ ലോഗോയുടെ പുതിയ നിറം കാവി നിറം. ലോക ഭൗമദിനം ഏപ്രിൽ 22. 2024 തീം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ്. 1970 ഏപ്രിൽ 22 മുതലാണ് ലോക ഭൗമദിനം ആചരിച്ചു തുടങ്ങിയത്. ബോധവൽക്കരണത്തിനൊപ്പം ഭൂമിയെ സംരക്ഷിക്കാൻ ഊർജം നൽകുകയാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം. 2024 കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെൻറ്റിൽ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ഡി ഗുകേഷ്. കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റിൽ കിരീടം സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന നേട്ടവും ഡി ഗുകേഷ് സ്വന്തമാക്കി. 2024 ചൈനീസ് ഗ്രാൻഡ് പ്രീ ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ കിരീടം സ്വന്തമാക്കിയത് മാക്സ് വെർസ്റ്റപ്പൻ. സ്വീഡനിലെ ലിങ്കോപിങ് സർവകലാശാലയിലെ ഗവേഷകർ ആറ്റത്തിൻ്റെ കനത്തിൽ നിർമ്മിച്ച സ്വർണ്ണപ്പാളി ഗോൾഡൻ. 2024 ഏപ്രിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈൽ നിർഭയ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ DRDOയുടെ നേതൃത്വത്തിൽ ഒഡീഷ തീരത്തു നിന്നാണ് പരീക്ഷിച്ചത്. ബംഗളൂരു കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന DRDO ലബോറട്ടറി എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ADE വികസിപ്പിച്ചെടുത്തതാണ് ക്രൂയിസ് മിസൈൽ. 2024 ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് സുബിൻ അമ്പിത്തറയിൽ. അദ്ദേഹത്തിൻ്റെ ഉച്ചാന്തലമേലെ പുലർക്കാലെ എന്ന കാവ്യ സമാഹാരത്തിനാണ് പുരസ്കാരം. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. വായന, പ്രസിദ്ധീകരണം, പകർപ്പവകാശം എന്നിവയെ പ്രോത്സാഹിപ്പിക്കാൻ യുനെസ്കോ, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷനാണ് 1995 ഏപ്രിൽ 23 ലോക പുസ്തക ദിനാചരണത്തിന് ആഹ്വാനം ചെയ്തത്. അന്നു മുതൽ ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി ആചരിക്കുന്നു. 2024 ലോക പുസ്തക തലസ്ഥാനമായി ട്രാൻസ്ബർഗ് തിരഞ്ഞെടുക്കപ്പെട്ടു. മൂന്നാമത് ലതാ ദിനനാഥ് മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹനായത് അമിതാഭ് ബച്ചൻ. 2024 ഏഷ്യൻ ടെലികോം അവാർഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇനിഷ്യേറ്റീവ് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ച കേരള സർക്കാർ പദ്ധതി കേരള ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്ക് KFON. 2024 ഏപ്രിൽ ഊർജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യം ഇൻഡോ. 2024 ഏപ്രിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ തകർന്ന ഗാസയിലെ ചരിത്രപ്രസിദ്ധമായ കൊട്ടാരം അൽ ബാഷ കൊട്ടാരം. ഹസ്വാൽ 1, RA3, പോൾജി 1-2 എന്നീ അത്യാധുനിക മിസൈലുകൾ വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഉത്തര കൊറിയ. നിർമ്മിത ബുദ്ധി കമ്പനിയും ChatGPTയുടെ സൃഷ്ടാവുമായ OpenAIയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായി നിയമിതയായത് പ്രഗ്യ മിശ്ര. ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ 24. താഴെത്തട്ടിലേക്ക് അധികാര വികേന്ദ്രീകരണം നടന്ന ചരിത്രപരമായ ദിനമാണ് 1993 ഏപ്രിൽ 24. ഭരണഘടനയുടെ 73ാം ഭേദഗതിയായി 1993 ഏപ്രിൽ 24 പാസാക്കപ്പെട്ട പഞ്ചായത്ത് രാജ് അതേ ദിവസം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. പ്രസ്തുത ദിനമാണ് പഞ്ചായത്ത് രാജ് മന്ത്രാലയം ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ആഘോഷിച്ചു വരുന്നത്. ദേശീയ സുരക്ഷാ സേന NSGയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് നളിൻ പ്രഭാത്. IPL ചരിത്രത്തിൽ 200 വിക്കറ്റുകൾ നേടുന്ന ആദ്യ ബൗളർ യുസ്വേന്ദ്ര ചഹൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ പൗരനും സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിൻ്റെ ആവശ്യകതയെ വിളിച്ചോതുന്ന വന്ദേ ഓട്ടരെ എന്ന ഗാനത്തിന് ഈണം പകർന്നത് ഔസേപ്പ് ബച്ചൻ. സ്വീപ്പ് സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടറൽ പാർട്ടിസിപ്പേഷൻ്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ചതാണ് ഈ വോട്ട് ഗാനം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്ലിക്കേഷൻ വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. 2024 വേൾഡ് ഫ്യൂച്ചർ ഉച്ചകോടിക്ക് വേദിയായത് അബുദാബി. ഇന്തോനേഷ്യയിലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ റെസിഡന്റ് കോർഡിനേറ്ററായി നിയമിതയായ ഇന്ത്യക്കാരി ഗീത സഫർവാൾ. ലോക മലേറിയ ദിനം ഏപ്രിൽ 25. 2024 തീം ആക്സിലറേറ്റ് ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് മലേറിയ ഫോർ എ മോർ ഇക്വിറ്റബിൾ വേൾഡ്. മലേറിയയെ ചെറുക്കാനുള്ള ആഗോളതലത്തിലുള്ള നടപടികളുടെ ഭാഗമായാണ് ഈ ദിനാചരണം ആഘോഷിക്കുന്നത്. ലോറൻസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സ് 2024. 25ാമത് ലോറൻസ് സ്പോർട്സ് അവാർഡ്സ്. ലോറൻസ് വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ നൊവാക് ജോക്കോവിച്ച്, സെർബിയൻ ടെന്നീസ് താരം. ലോറൻസ് വേൾഡ് സ്പോർട്സ് വിമൺ ഓഫ് ദ ഇയർ ഐദാന ബോൺമാട്ടി, സ്പാനിഷ് ഫുട്ബോൾ താരം. ലോറൻസ് വേൾഡ് ടീം ഓഫ് ദ ഇയർ സ്പെയിൻ വനിതാ ഫുട്ബോൾ ടീം. ലോറൻസ് വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ ജൂഡ് ബെല്ലിഹാം, ഇംഗ്ലീഷ് ഫുട്ബോൾ താരം. ലോറൻസ് വേൾഡ് കം ബാക്ക് ഓഫ് ദ ഇയർ സിമോണ ബൈൽസ്, അമേരിക്കൻ ആർട്ടിസ്റ്റ് ജിംനാസ്റ്റ്. ലോറൻസ് വേൾഡ് സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയർ വിത്ത് സെലിബ്രിറ്റി ഡൈഡെ ഡി ഗ്രൂട്ട്, നെതർലാൻഡ് വീൽചെയർ ടെന്നീസ് താരം. അർബുദ കോശങ്ങൾക്കെതിരായ ആൻറ്റിബോഡി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സിന്തറ്റിക് ആൻറ്റിജൻ വികസിപ്പിച്ച ഇന്ത്യയിലെ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ഇന്ത്യയിൽ വ്യാപകമായി നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്ക് തടയിടുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അവതരിപ്പിച്ച സോഫ്റ്റ്വെയർ പ്രതിബിംബ്. സൈബർ ക്രൈം കോർഡിനേഷൻ സെൻ്ററാണ് പ്രതിബിംബ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ അത്യാധുനിക സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത്. 2024 T20 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ജമൈക്കയുടെ സ്പ്രിന്റ് ഇതിഹാസം ഉസൈൻ ബോൾട്ട്. വെസ്റ്റ് ഇൻഡീസും US-ഉമാണ് 2024 T20 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. 2024 ഏപ്രിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി സുധീർ കാക്കർ. ഇറാൻ്റെ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ഉമ ഓയ ജലവൈദ്യുത പദ്ധതി. 2021 കിസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ്സിന് അർഹനായത് രത്തൻ ടാറ്റ. ഭുവനേശ്വറിലെ കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് കിസ് നൽകുന്ന വാർഷിക അന്താരാഷ്ട്ര അവാർഡാണ് കിസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ്. 2024 ഏപ്രിൽ ടിക്ടോക്ക് നിരോധിക്കാനുള്ള ബിൽ പാസാക്കിയ രാജ്യം അമേരിക്ക. 2024 ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ലിമ, പെറു. അലിഗഡ് മുസ്ലിം സർവകലാശാല AMUവിൻ്റെ വൈസ് ചാൻസലറായി നിയമിതയായ ആദ്യ വനിത പ്രൊഫസർ നൈമ ഖാത്തൂൺ. റിസർവ് ബാങ്കിൻ്റെ പ്രോഗ്രാമബിൾ CBDC പൈലറ്റ് പദ്ധതി ആദ്യമായി നടപ്പാക്കുന്ന ബാങ്ക് ഇൻഡസ്ഇൻഡ് ബാങ്ക്. കാർബൺ ക്രെഡിറ്റ് സൃഷ്ടിക്കുന്നതിന് പകരമായി കർഷകർക്ക് ധനസഹായം നൽകുന്നതാണ് പദ്ധതി. 2024 ഏപ്രിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച പാകിസ്ഥാൻ വനിതാ ക്രിക്കറ്റ് താരം ബിസ്മ മറൂഫ്. പാകിസ്ഥാന് വേണ്ടി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച വനിതാ താരമാണ് ബിസ്മ മറൂഫ്. 2024 മെയ്യിൽ ഇന്ത്യയുടെ പുതിയ നാവികസേന ഉപമേധാവിയായി നിയമിതനാകുന്നത് കൃഷ്ണ സ്വാമിനാഥൻ. 2024 ഏപ്രിൽ അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റനും പരിശീലകനുമായ വ്യക്തി PG ജോർജ്. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും പരിശീലനവും ലക്ഷ്യമിട്ട് വനിതാ ശിശുവികസന മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതി ആദർശശില. സംസ്ഥാനത്ത് ആദ്യമായി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ശാരീരിക മാനസിക ശേഷികൾ മെച്ചപ്പെടുത്താൻ ഗ്രീൻ തെറാപ്പി ഗാർഡൻ തയ്യാറാക്കിയ സ്കൂൾ മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കണ്ണൂർ. സംസ്ഥാനത്തെ മികച്ച ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്കുള്ള അവാർഡ് 2024 കരസ്ഥമാക്കിയത് എറണാകുളം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി. ഭിന്നശേഷിക്കാർ, ആദിവാസികൾ, മുതിർന്ന പൗരർ,
ട്രാൻസ്ജെൻഡർമാർ തുടങ്ങി വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് എറണാകുളം ലീഗൽ സർവീസസ് അതോറിറ്റിയെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. 2ാം സ്ഥാനം തിരുവനന്തപുരത്തിനും 3ാം സ്ഥാനം മഞ്ചേരിക്കും മലപ്പുറം ജില്ലയ്ക്കും ലഭിച്ചു. ലോകത്ത് ആദ്യമായി ചന്ദ്രൻ്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ചൈന. പശ്ചിമ ബംഗാൾ രാജ്ഭവൻ്റെ ഗവേൺസ് അവാർഡ്സ് ഓഫ് എക്സലൻസിന് അർഹനായ മലയാള നടൻ ജഗതി ശ്രീകുമാർ. ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിൻ്റെ പരിശീലന യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത എൽ. വില്യംസ്. നാസയിലെ ബുച്ച് വിൽമോറും സ്റ്റാർ ലൈനിൽ സുനിതയ്ക്കൊപ്പം ഉണ്ടാകും. മനുഷ്യരുമായി സ്റ്റാർ ലൈനർ നടത്തുന്ന ആദ്യ പരീക്ഷണ യാത്രയാണിത്. വാണിജ്യാവശ്യങ്ങൾക്ക് സ്റ്റാർ ലൈനർ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായാണ് നാസയുമായി ചേർന്നുള്ള ഈ പരീക്ഷണം. 2024 ഏപ്രിൽ രാജിവെച്ച ഹെയ്തി പ്രധാനമന്ത്രി ഏരിയൽ ഹെൻറി. 2024 ജനാർദ്ദനൻ നെടുങ്ങാടി സ്മാരക ശ്രീ ഗുരുവായൂരപ്പൻ അഷ്ടപതി പുരസ്കാരത്തിന് അർഹനായ അഷ്ടപതി കലാകാരൻ വൈക്കം ജയൻ മാരാർ. അഷ്ടപതി ഗാനശാഖയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. ഗുരുവായൂർ ദേവസ്വം അഷ്ടപതി സംഗീതോത്സവത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് അഷ്ടപതി പുരസ്കാരം. സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് SIPRIൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യം അമേരിക്ക. 2ാം സ്ഥാനം ചൈന, 3ാം സ്ഥാനം റഷ്യ, 4ാം സ്ഥാനം ഇന്ത്യ. ഹെവൻലി എക്സലൻസ് ഓഫ് ഗോവ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് PS ശ്രീധരൻ പിള്ള. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ വാഗമൺ മലനിരകളിൽ നിന്ന് മലയാളി ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം സസ്യം ലിറ്റ്സിയ വാഗമണിക. ലോറോസിയ കുടുംബത്തിലെ കുറ്റിപ്പാണലിൻ്റെ ജനുസിൽപ്പെട്ട സസ്യമാണ് ലിറ്റ്സിയ വാഗമണിക. 2024 ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് ബ്രാൻഡ് അംബാസഡർമാരെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഉസൈൻ ബോൾട്ട്, ക്രിസ് ഗെയിൽ, യുവരാജ് സിംഗ്. 2024 ഏപ്രിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ല പാലക്കാട്. സംസ്ഥാനത്ത് തന്നെ ഇതാദ്യമായാണ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നത്. നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ പോൾ മണലിൽ. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞതും നിർധനരുമായ കുടുംബങ്ങളിലെ കുട്ടികൾക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി സ്നേഹപൂർവ്വം. 2024 സൗദി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ഡോക്യുമെൻ്ററി വിഭാഗത്തിൻ്റെ ജൂറി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് VK ജോസഫ്. സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതൃകാ പോളിംഗ് ബൂത്തായ റെയിൻബോ ബൂത്ത് ഒരുക്കിയ ജില്ലാ ഭരണകൂടം തിരുവനന്തപുരം. ട്രാൻസ്ജെൻഡർ പ്രൈഡ് മൂവ്മെൻറ്റ് ക്യാമ്പിൻ്റെ ഭാഗമായാണ് റെയിൻബോ ബൂത്ത് തയ്യാറാക്കിയത്. പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രിയായി നിയമിതനായത് ഇഷാഖ് ദാർ. പുണ്ടോൾ ഗാലറി 17 കോടി രൂപയ്ക്ക് ലേലം ചെയ്ത രാജ രവിവർമ്മയുടെ ചിത്രം മോഹിനി. കാമുകൻ്റെ വരവും പ്രതീക്ഷിച്ച് ഊഞ്ഞാലാടുന്ന യുവതിയുടെ ചിത്രമാണ് മോഹിനി. 2024 ഏപ്രിൽ സ്വവർഗ രതി ക്രിമിനൽ കുറ്റമാക്കി ബിൽ പാസാക്കിയ രാജ്യം ഇറാഖ്. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം വിഴിഞ്ഞം തുറമുഖം. വലിയ കപ്പലുകൾ മദർഷിപ്സിന് അടുക്കാനും ചരക്കുകൾ കൈമാറ്റം ചെയ്യാനും സംവിധാനമുള്ളതാണ് ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖങ്ങൾ. ചെറിയ കപ്പലുകളിലെത്തുന്ന ചരക്കുകൾ വലിയ കപ്പലുകളിലേക്കും തിരിച്ചും കയറ്റി ഇറക്കുമതി ചെയ്യാനുള്ള സൗകര്യം ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ ഉണ്ടാകും. 2024 ഏപ്രിലിൽ ബഹിരാകാശത്തെ അപകടകരമായ ആയുധ മത്സരം തടയണമെന്ന UN പ്രമേയത്തെ വീറ്റോ ചെയ്ത രാജ്യം റഷ്യ. ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം രചിച്ച മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഷെയ്ൻ വാട്സൺ. കൊതുക് നിയന്ത്രണത്തിന് പ്രോട്ടീൻ കണ്ടെത്തിയ കാലിക്കറ്റ് സർവകലാശാല ഗവേഷകർ പ്രൊഫസർ ഡോക്ടർ കണ്ണൻ M. ദീപ്തി. 2024 ICC വനിതാ T20 ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൻ്റെ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ പാകിസ്ഥാൻ വനിതാ ക്രിക്കറ്റ് താരം സന മിർ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.